ഹലോ ഗൈസ്, നമ്മളിങ്ങനെ വീട്ടിൽ ബോറടിച്ച് തെക്കും വടക്കും നോക്കിയിരുന്നപ്പോഴാണ് ഒരു സിനിമയ്ക്ക് പോകാൻ തോന്നിയത്. അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തിയേറ്ററിലെത്തുന്നു, സ്കാൻ ചെയ്യുന്നു, നമുക്ക് ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നു. അങ്ങനെ നമ്മൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി. കണ്ടോ, നമ്മൾ ഇന്ന് ഈ പടമാണ് കാണാൻ പോകുന്നത്, വീര ധീര സൂരൻ. പക്ഷെ നമ്മൾ എത്തിയത് കുറച്ച് അധികം നേരത്തെയായി പോയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫുഡ് കോർട്ടിന് മുന്നിൽ കുറച്ച് നേരമായി നോക്കി നിൽക്കേണ്ടി വന്നു. അങ്ങനെ അതിന് മുന്നേ ഉള്ള ഷോയിലെ ആൾക്കാരൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ തിയേറ്ററിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ സീറ്റിലിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആ പരസ്യമൊക്കെ കണ്ട് അവിടെ അങ്ങ് ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓണായിരുന്നു കേട്ടോ. കാരണം എന്താ, എനിക്ക് ആ തിയേറ്ററിൽ നമ്മുടെ ആ ടൈറ്റിൽ കിട്ടണ്ടേ കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ടൈറ്റിൽ എനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബ്രേക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ പോപ്കോൺ വാങ്ങാനായിട്ട് ചാടി ഓടി ഇറങ്ങുന്നുണ്ടായിരുന്നു. പുറകെ എനിക്കും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ തിരക്കായതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴാ ഫുഡ് കോർട്ടിലും ക്യൂ. അപ്പോൾ പിന്നെ ഫുഡ് കോർട്ടിൻ്റെ അവിടെയും കുറേ നേരം മാറിപ്പോയി നിന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ ചേട്ടൻ നമ്മൾ ഉള്ളി വീട്ടിൽ, കാരണം കോഫി കുടിച്ച് തീർത്തിട്ട് ഉള്ളിൽ കയറി കൊച്ചിന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി. പടം തുടങ്ങാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എൻ്റെ ഈറ്റിംഗ് പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഗൈസ്. കുറേ നേരമായിട്ടും പടം തുടങ്ങിയിട്ടില്ല, എന്നാലും ഞാനവിടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ പടമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇരുട്ടായി. ഈ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി മൂവി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മൂവിയാണ്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മൂവിയാണ്. വിക്രം സാറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കുപെട്ട അവസ്ഥ. ഇതിൻ്റെ നടുക്കുപെട്ട ഒരാൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ പടമെല്ലാം കഴിഞ്ഞ് മാക്സിലിറങ്ങിയിട്ട് ഒരു ഡ്രസ്സൊക്കെ വാങ്ങാമെന്നൊക്കെ ഓർത്ത് അങ്ങനെ നമുക്ക് പറ്റിയൊരു സാധനം കയ്യിൽ കിട്ടി നമ്മൾ എടുത്ത് പോകുന്നു. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ സി ഓൾ ഇൻ നെക്സ്റ്റ് വ്ലോഗ്.